ഇവിടെ സംസ്ഥാന സർക്കാർ ഈ നേട്ടം കൊയ്യുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടും അഭിമാനാർഹമായ ഒരു കാര്യം തന്നെ. പക്ഷേ അതിനു മുൻപ് ചില സംശയ നിവാരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണ്. കാരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ നടത്തിയ സർവേ എന്ന് പലകുറി പറയുന്നതല്ലാതെ അതിന് അടിസ്ഥാനപരമായ ഒരു ഡേറ്റയും ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. 64,006 കുടുംബങ്ങൾ മാത്രമാണോ എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം കോടിക്കണക്കിന് പേർ ഇപ്പോൾ സംസ്ഥാനത്തുള്ളപ്പോൾ അതിൽ എത്രയോ ലക്ഷം ആൾക്കാർക്ക് അഭിമാനകരമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു ജീവിത സാഹചര്യമില്ല എന്നുള്ളത് നമുക്ക് സമൂഹത്തിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി അതിനൊക്കെ സാങ്കേതികമായ ഒരു മറുപടി വേണമെന്നുണ്ടെങ്കിൽ നിയമസഭയിലടക്കം പറഞ്ഞ കണക്കുകളുണ്ട്. കഴിഞ്ഞ മാസം 30-ാം തീയതി ഷൊർണൂർ MLA ചോദ്യത്തിന് AAY പ്രകാരം റേഷൻ കാർഡുകളുടെ ഉടമകളുടെ എണ്ണം ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞത് 5,94,124 എന്നുള്ളതാണ്. 2019 സെൻസസ് പ്രകാരം അതിദരിദ്രരായിട്ടുള്ള ആദിവാസികൾ 1.16 ലക്ഷമാണ്. ഇതൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ സംസ്ഥാന സർക്കാർ ഉന്മൂലനം ചെയ്തു. അതിദരിദ്രരിനി ഇല്ല എന്നൊക്കെയുള്ള അവകാശവാദങ്ങളിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതിരിക്കുന്നത്? എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയൊക്കെയാണിതിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണിതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള നിത്യനിദാന ചിലവുകൾക്ക് വേണ്ടി വളരെ കഷ്ടിച്ച് ജീവിക്കുന്നവർ ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ എവിടെയാണ് സർക്കാർ ഓടിയൊളിക്കുന്നത്? അങ്ങ് ചോദിച്ച ചോദ്യം ശരിയാണ്. ഞാനത് ഒരു കാര്യം പറയട്ടെ. നീതി ആയോഗ് എന്ന് പറയുന്നത് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയല്ല. നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നീതി ആയോഗ് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന, കേന്ദ്ര ഗവൺമെൻറ് കണക്കുകൾ എടുക്കാൻ ഏൽപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ ഭാഗമായി ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അവിടെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ. ഇനി ഞങ്ങളെങ്ങനെയാണ് അതിദരിദ്രരെ കണ്ടെത്തിയത്, അല്ലെ ഇടതുപക്ഷ ഗവൺമെൻറ് എങ്ങനെയാണ് കണ്ടെത്തിയത്? വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ. ഭക്ഷണത്തിൻ്റെയും ആരോഗ്യ ഉപജീവനത്തിൻ്റെയും വാസസ്ഥലം എന്നീ 4 ഘടകങ്ങളെ, ആ 4 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതിജീവനത്തിന് പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്താൻ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും പറഞ്ഞു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആദരണീയരായ ആളുകൾ പറഞ്ഞത്, അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊന്നും പഞ്ചായത്തുകളില്ലേ? വയനാട്ടിൽ പഞ്ചായത്തില്ലേ? അപ്പോൾ ബഹുമാന്യനായ ശ്രീകുമാർ സാർ താമസിക്കുന്ന സ്ഥലത്ത് പഞ്ചായത്തില്ലേ? ആദരണീയനായ പത്മകുമാർ താമസിക്കുന്ന സ്ഥലത്ത് പഞ്ചായത്തുകളില്ലേ? ഈ പഞ്ചായത്തുകളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കുന്നില്ലേ? ആ രാഷ്ട്രീയ കക്ഷികളുടെ അംഗങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളായി വന്നിട്ടില്ലേ? അല്ലെ മറ്റ് വിവിധ തിരഞ്ഞെടുക്കപ്പെട്ടതോ തിരഞ്ഞെടുക്കപ്പെടാത്ത സ്ഥാനങ്ങളിൽ എത്തിയിട്ടില്ലേ? ഇവരെല്ലാം ചേർത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയ ആദ്യം പഞ്ചായത്തുകൾ ചെയ്തത് ഒരു വലിയ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു. ആ മീറ്റിങ്ങിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽപ്പെട്ട ആളുകളുണ്ടോ, ആ ആളുകളെ നിങ്ങൾ കാണിച്ചു തരൂ, അവരെക്കുറിച്ചുള്ള സർവേ തയ്യാറാക്കൂ എന്ന് പറഞ്ഞൊരു സർവേ തയ്യാറാക്കിയെടുക്കുന്നു. ആ സർവേ വീണ്ടും കുറ്റമറ്റതാക്കി മാറ്റിയെടുക്കുന്നു. അത് വീണ്ടും ഞങ്ങൾ പല ഘട്ടങ്ങളിലൂടെ അന്വേഷിച്ച് എത്തിയതിന് ശേഷമാണ് ഈ 64,006 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യൻ. ഞാൻ ദാരിദ്ര്യം എന്ന് പറഞ്ഞില്ല. ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നവരെ നമുക്ക് അതിദാരിദ്ര്യരായി കാണാൻ കഴിയില്ല, അല്ല 2 നേരത്തെ ഭക്ഷണം കഴിക്കുന്നവരെ അതിദരിദ്രരായി കാണാൻ കഴിയില്ല. അവർ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതിദാരിദ്ര്യം, സ്വന്തമായി പോയി ഭക്ഷണം ഏൺ ചെയ്യാൻ കഴിയാത്ത ആളുകൾ, വിദ്യാഭ്യാസത്തിനായി കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ഇല്ലാത്ത സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ, സഞ്ചരിക്കാൻ കയ്യിൽ ഒരു 10 പൈസ ഇല്ലാത്തവർ, ഇങ്ങനെയുള്ള അതിദരിദ്രരായ ആളുകളെയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ആ ആളുകളെയാണ് ഞങ്ങൾ ഈ പറയപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തി നൽകിയത്. അതാദ്യം മനസ്സിലാക്കണം. 2, ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട പത്മകുമാർ സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നമ്മുടെ യോഗി ആദിത്യനാഥ്. അദ്ദേഹം ഭരിക്കുന്ന UP. അവിടെ ഇപ്പോൾ കുംഭമേള നടന്നു. കുംഭമേളയിൽ വെച്ചൊരു വനിതയെ കണ്ടുമുത്തി നമ്മുടെ നാട്ടിലെ ചാനലുകളെല്ലാം. വലിയ നീല കണ്ണുകളൊക്കെ ഉള്ള വലിയ സുന്ദരിയായ മൊണോലിസ എന്ന് പേരുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീയോടൊരു ചാനലുകാർ ചോദിച്ചു, നിങ്ങൾ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, എൻ്റെ ഗ്രാമത്തിൽ പള്ളിക്കൂടമില്ല, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് അവർ സിനിമയിലേക്ക് അഭിനയിക്കുന്നില്ല. അവർ പറഞ്ഞത്, എനിക്ക് കിട്ടുന്ന വരുമാനം എൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും സാമ്പത്തികമായ ശേഷിയുള്ള സംസ്ഥാനം, ആ സംസ്ഥാനത്തെ ഗ്രാമങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സമ്പ്രദായം പോലും ഇല്ലാതെ ഇരിക്കുമ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ വിദ്യാസമ്പന്നരല്ലാത്ത ആളുകളുണ്ടോ എന്നതിനെക്കുറിച്ച് പരിശോധിക്കപ്പെടണ്ടേ? ഇത് കേരളം നേടിയ നേട്ടമല്ലേ? ആ നേട്ടത്തെ അംഗീകരിക്കണ്ടേ?
ഈ കേരളത്തിലെ തൊഴിലില്ലായ്മ അദ്ദേഹം പറഞ്ഞു PSC ശ്രീനിവാസ് സാറാണ് പറഞ്ഞതെന്ന് എനിക്ക് നേടിയ തോന്നുന്നു. നേട്ടമാണോ ശ്രീ CK രവിശങ്കർ? കേരളം ഒറ്റയ്ക്ക് നേടിയതാണോ? കേരളം മാത്രമാണോ ഈ പദ്ധതികൾ കൊണ്ടുവരുന്നത്? കേന്ദ്രത്തിൽ നിന്ന് സ്വീകരിക്കുന്ന വിഹിതം കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് പറയാം മാഡം, ഞാനൊന്ന് പറയാൻ സമ്മതിച്ചാട്ടെ. ഞാൻ ഈ ഒരു വാചകം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ശേഷം അതിനെക്കുറിച്ച് പറയാം. ഇന്ത്യയിലെ PSC നിയമനങ്ങളിൽ 80% നിയമനങ്ങൾ നടന്ന സംസ്ഥാനം കേരളമാണ്. എൻ്റെ രാജ്യത്ത് മറ്റ് 27 സംസ്ഥാനങ്ങൾ ഇത് ചെയ്യാതെ ഇരുന്നത്? ഏറ്റവും തൊഴിൽ രഹിതർ കുറവുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ സാമ്പത്തിക വരുമാനം വിദേശ രാജ്യങ്ങൾ നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. സമയം തരാം, ഞാൻ ഒരു ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. നാഷണൽ ശരാശരിയുടെ ഇരട്ടിയാണ്. നാഷണൽ ശരാശരി ഇരട്ടിയാണ്. നിങ്ങൾ കള്ളം വെറുതെ പറയരുത്. കേരളമാണ് ഏറ്റവും കൂടുതൽ നാഷണൽ ശരാശരിയുടെ ഇരട്ടിയാണ്. ഞാൻ പറഞ്ഞത് കള്ളമല്ല സാർ, നീതി ആയോഗിന്റെ കണക്കാണ് സാർ. ഞാൻ അങ്ങയോട് തർക്കിക്കാനൊന്നുമില്ല. ഞാൻ അങ്ങയോട് തർക്കിക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തമ്മിൽ തർക്കത്തിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് നീതി ആയോഗ് എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയാണ്. അങ്ങ് അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞേ. ഞാൻ കണ്ടെത്തിയതല്ലല്ലോ. CPM-കാർ ആരെങ്കിലും ആണോ ഇതിൻ്റെയൊക്കെ ആളുകൾ? ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഏജൻസി മാത്രമേ പറയുന്നുള്ളൂ. 24,006 കുടുംബങ്ങൾ എങ്ങനെ വന്നു? അതിന്റെ മാനദണ്ഡം ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ആ മാനദണ്ഡം പറഞ്ഞല്ലോ രോഹിണി മാഡം, ഞാൻ ആ മാനദണ്ഡം പറഞ്ഞല്ലോ. ഇനി അടുത്ത കാര്യം, നിങ്ങൾ കേരളത്തിലെ നേട്ടങ്ങളെ എന്താ അംഗീകരിക്കാത്ത? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നേട്ടങ്ങളെ അംഗീകരിക്കാത്ത എന്താണ്? നമ്മുടെ നാട്ടിൽ ഭൂമിയില്ലാത്ത ഒരുപാട്, ചത്താൽ കുഴിച്ചു മൂടാൻ 6 അടി മണ്ണില്ലാത്ത മനുഷ്യരുണ്ടായിരുന്ന നാടാണ്. ഒരാൾ മരണപ്പെട്ടാൽ അപ്പുറത്തെ ജന്മിയോട് ചോദിക്കണമായിരുന്നു, ആ ഡെഡ് ബോഡി ഒന്ന് അടക്കം ചെയ്യണമെന്ന് പറയണമെങ്കിൽ വിളിച്ചുകൂടി 32 അടി അകലെ നിന്ന് പറയേണ്ട നാടായിരുന്നു കേരളം. ഉപ്പെന്ന് പറയുന്ന സാധനം വാങ്ങിക്കാൻ കഴിയാത്ത നാടായിരുന്നു ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളുണ്ടായിരുന്ന കേരളം. ആ കേരളമാണ് ഈ മാറ്റത്തിലേക്ക് വന്നത്. ഭ്രാന്താലയമെന്ന് ആദരണീയനായ സ്വാമി വിവേകാനന്ദ പറഞ്ഞ കേരളത്തെയാണ് ഈ വലിയ മാറ്റത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചത്. ആ എത്തിയ സമൂഹത്തിൻ്റെ നേട്ടങ്ങളെ എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? ഇന്ന് കേരളത്തിൽ ഭൂമിയില്ലാത്തവരുണ്ടോ? 5 ലക്ഷത്തിലധികം വീടുകളല്ലേ ഈ ഗവൺമെൻറ് കൊടുത്തത്? എന്താ ഇന്ത്യയിൽ 27 സംസ്ഥാനങ്ങളിൽ ഇതൊന്നും ചെയ്യാഞ്ഞത്? ഈ കഴിഞ്ഞ ദിവസം സഞ്ചാരം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ ഒരു ചാനലിൻ്റെ. ആ സഞ്ചാരം ചാനൽ ബീഹാറിലെ ഒരു വീടിൻ്റെ കാഴ്ച കാണിക്കുന്നു. PM ആവാസ് യോജന പ്രകാരം ഉണ്ടാക്കിയതാണ്. ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? നിങ്ങൾ ആ യൂട്യൂബിലുണ്ടല്ലോ, അതൊന്ന് കണ്ടു നോക്കണം. ഈ കേരളത്തിൽ അങ്ങനെയാണോ വീടുകളുള്ളത്? 2 മുറിയും അവിടെ താമസിക്കാൻ ഏറ്റവും മികച്ച സംവിധാനങ്ങളും ഒരു ചെറിയ മുറ്റവും അടച്ചുറപ്പുള്ള മുറികളും ഒരു സിറ്റൗട്ടും ശൗചാലയങ്ങളുമുള്ള ഏറ്റവും മികച്ച വീടുകൾ ഈ കേരളത്തിൽ നിർമ്മിച്ച് നൽകിയില്ലേ? എന്താ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന മറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഇത് സാധിച്ചില്ല? അവരെന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല? 5.5 ലക്ഷത്തിലധികം വീടുകൾ ഈ 9 വർഷക്കാലം കൊണ്ട് പിണറായി ഗവൺമെൻറ് കൊടുത്തില്ലേ? ആ നേട്ടം നിങ്ങൾ ഗവൺമെൻറ്റിനെ വിമർശിച്ചോളൂ, വ്യക്തിപരമായോ അല്ലാതെയോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ നേട്ടങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും അതിനൊക്കെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു ശരിയായ നടപടിയാണോ? കേരളത്തിലെ റോഡുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരം പരിശോധിച്ച് നോക്കൂ. കേരളത്തിലെ ആരോഗ്യാലയങ്ങളുടെ നിലവാരം പരിശോധിച്ച് നോക്കൂ. മാറ്റമില്ലേ നമ്മുടെ രാജ്യത്തിന് മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തിന്? ആ മാറ്റത്തെ അംഗീകരിക്കാതിരിക്കുകയല്ലേ? ഇപ്പൊ പറയുന്ന മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമലഹാസനെയും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നാളത്തെ നഷ്ടപ്പെടുത്താൻ വയ്യ എന്ന് പറഞ്ഞ് PM ശ്രീയിൽ ഒപ്പിടുന്നു. ഇവിടെ മരുന്ന് വിതരണം അടക്കം തടസ്സപ്പെടുന്നു. കുടിശ്ശിക കോടിക്കണക്കിനായി 1 രൂപ പോലും കൊടുക്കാനില്ല. ഒരു ഭാഗത്ത് കെട്ടിടം തകർന്നു വീണ പാവപ്പെട്ടവർ മരിക്കുന്നു. അതുകൊണ്ട് എടുത്തു പറയേണ്ട നേട്ടങ്ങൾ തന്നെയാണ്.